തിരൂർ ലയൺസ് ക്ലബ്ബും വോയിസ് ഓഫ് ഡിസേബിൾഡ് തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയും തിരൂർ മുനിസിപ്പൽ കമ്മിറ്റിയും സംയുക്തമായി ഓണാഘോഷവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തിരൂർ ലയൺസ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി. സബ് കളക്ടർ ദിലീപ് കൈനിക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ ഭിന്നശേഷി അവകാശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പാർലമെന്റിലാകട്ടെ കേരള നിയമസഭയിലാകട്ടെ വളരെ വ്യക്തമായിട്ട് ക്രോഡീകരിക്കപ്പെട്ട അവകാശങ്ങളാണ് ഭിന്നശേഷി വ്യക്തികൾക്കുള്ളത്. സോ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭിന്നശേഷി വ്യക്തികളുടെ അവകാശം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിടങ്ങൾ, ഏതൊരു വ്യക്തിയെയും പോലെ അല്ലെ ഏതൊരു പൗരനെയും പോലെ തന്നെ നമ്മുടെ പൊതുവിടങ്ങളും നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ നാട്ടിലെ പരിപാടികളും ഒക്കെ ഭിന്നശേഷി വ്യക്തികൾ കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള ആ ഒരു ബോധ്യം, ആ ഒരു അവബോധം സമൂഹത്തിലേക്ക് പൂർണ്ണമായിട്ട് കിഴിഞ്ഞിറങ്ങിയാൽ മാത്രമേ ഭിന്നശേഷി അവകാശങ്ങൾ അതിൻ്റെ പൂർണ്ണമായ തോതിൽ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരൂർ ലയൺസ് ക്ലബ്ബ് അധ്യക്ഷൻ ദിലീപ് അമ്പായത്തിൽ അധ്യക്ഷനായി. വോയിസ് ഓഫ് ഡിസേബിൾഡ് മലപ്പുറം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷഫീഖ് സ്വാഗതം പറഞ്ഞു. വിവിധ ഭാരവാഹികളായ ഷാഹിന നിയാസി, കെ വി ഷബ്ന, സിന്ധു മംഗലശ്ശേരി, പി എ ബാവ, ബഷീർ മുല്ലശ്ശേരി, നാസിർ മനയിൽ, ഡോക്ടർ എം എ കബീർ എന്നിവർ ആശംസ അറിയിച്ചു. ലയൺസ് ക്ലബ്ബ് ട്രഷറർ ജയദേവൻ, ഉപാധ്യക്ഷൻ നവാസ്, സുരേഷ് അൽമനാറ, ജോയിന്റ് സെക്രട്ടറി ഷബീബ്, ജയദേവൻ തുടങ്ങിയ മെമ്പർമാരും സന്നിഹിതരായി. മലപ്പുറം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് എം ടി ഷബു ഷബീബ്, അഡ്വക്കേറ്റ് രൂപ തിരൂർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ട്രഷറർ റുബീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂർ.